ഹലോ ഗൈസ്, എല്ലാവർക്കും വസ് ഗെയിമിലേക്ക് സ്വാഗതം. ഞാനിന്ന് BR റാങ്ക്ഡ് മാച്ച് കളിക്കാൻ പോകുകയാണ്. സോളോ ആണ് കളിക്കാൻ പോകുന്നത്. തംബ്ലൈനിൽ കണ്ട പോലെ 10 കില്ലാണ് ഞാൻ ഈ മാച്ചിലെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബ്ലൂ സോണിൽ പോയി ഇറങ്ങാം. ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതായ കുറവുകൾ ഉണ്ടാകുന്നതാണ്. കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഗൈസ്, ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇൻട്രോ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെന്നിറങ്ങി ലൂട്ടെല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ ഒരു എനിമി വന്നത്. അപ്പോൾ അവനെ നമ്മൾ കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കി, ബട്ട് നടന്നില്ല. വേറൊരു എനിമി വന്നു, അവനെ M10 വെച്ച് കുത്തിപ്പിടിച്ചു. നമ്മളങ്ങനെ ലൂട്ടെല്ലാം ശേഖരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഫ്രണ്ടിൽ എനിമികൾ അടികൂടുന്നത് കണ്ട് അവിടെ പോയി നമ്മൾ കുമ്മനും അടിച്ച് അവിടെ ഒരു എനിമി ഗ്ലൂവാളിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. നമ്മളുടെ കയ്യിലുള്ള സ്കില്ലിട്ട് അവന് കുറേ ഡാമേജ് കൊടുത്തു. ഇപ്പോൾ ഫ്രണ്ടിലൊരു എനിമി പോയി, പക്ഷേ നമ്മളെ അത് കണ്ടില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അതേ ക്യാറ്റ് സ്കില്ലിട്ടു. അപ്പോൾ എനിമിക്ക് കുറേ ഡാമേജ് വന്നു. അപ്പോഴാണ് പുറകിൽ നിന്നൊരു എനിമി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ വാളിട്ട് ഫുൾ കവർ ചെയ്തു. എനിക്ക് ഡാമേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ മെഡിക്കിറ്റ് അടിച്ചതിന് ശേഷം ആ എനിമിയെ പോയി M10 വെച്ച് കുത്തിപ്പിടിച്ചങ്ങ് കൊന്നു. അതിനുശേഷം ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ ഒരു എനിമിയെ കാണുന്നത്. അപ്പോഴവൻ എൻ്റെ പുറകെ വന്ന് എന്നെ M80 കുത്തിപ്പിടിച്ച് അങ്ങ് കൊന്നു. ഞാൻ വീണ്ടും റിവൈവായി അവിടെ തന്നെ ഇറങ്ങി റിവെഞ്ച് എടുക്കാൻ. ഞാനെങ്ങനെ അവിടെ ഇറങ്ങി ലൂട്ടെല്ലാം എടുത്തതിന് ശേഷം ചുറ്റുപാടും നിരീക്ഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വിൻചെസ്റ്റർ എന്ന് പറയുന്ന ഈ ഗൺ ഇഷ്ടമാണോ? എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് ദൂരെ ഒരു എനിമിയെ കാണുന്നത്. ഞാനൊരു ഷോട്ട് കൊടുത്തു, പക്ഷേ അത് അവൻ്റെ ദേഹത്ത് കൊണ്ടില്ല. പിന്നെ ഞാൻ കയറി ചെന്നു അവിടുന്ന് M10 എടുത്ത് കുത്തിപ്പിടിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോൾ വിൻചെസ്റ്റർ എടുത്ത് ഞാൻ കുത്തിപ്പിടിച്ച് അവനെ കൊന്നു. അവനെന്തോ ബോട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ സോണിലോട്ട് കയറാൻ പോയി. അങ്ങനെ ഈ സാധനത്തിൽ കയറി. എൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവർ ഒന്ന് പറയണേ. അങ്ങനെ ഇതിൽ കയറി ഞാനിങ്ങനെ സോണിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു എനിമി ഇങ്ങോട്ട് ഈ സാധനത്തിൽ വരുന്നു.
ഞാൻ പിന്നെ തിരിച്ചു പോയി M10 ഒരു കുത്തി പിടിച്ചു. ബട്ട് അവൻ ചത്തില്ല. പിന്നെ തിരിച്ചു പോയപ്പോൾ അവൻ എനിക്ക് കുറേ ഡാമേജ് തന്നു. ഞാൻ ചാവണ്ടായിരുന്നു ഗ്ലൂ ഇട്ടില്ലെങ്കിൽ. എനിക്ക് ആകെ 5 HP ഉള്ളായിരുന്നു. അങ്ങനെ മെഡിക്കറ്റ് എല്ലാം അടിച്ച് ക്യാറ്റ് സ്കില്ലിട്ടു. അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാറ്റ് സ്കില്ലിട്ടു. ഈ ക്യാറ്റ് സ്കില്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗ്ലൂ ഇടാൻ പറ്റില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാറ്റ് സ്കില്ലിട്ട് കളിക്കുന്നത്. അങ്ങനെ ലൂട്ടെല്ലാം എടുത്ത് ഞാൻ സോണിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളൊരു എനിമിയെ കണ്ടു. കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നൊരു എനിമി. അവനെ നോക്കിടാൻ പറ്റിയില്ല. അങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോൾ ഗൈസ്, ഞാൻ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. ഭയങ്കര ലെന്താകും വീഡിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് അതിഷ്ടപ്പെടാതാകും. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കുതിരയെ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുതിര സവാരിക്ക് പോകാമെന്ന്. അങ്ങനെ കുതിരയുടെ പുറത്ത് കയറി ഇങ്ങനെ യാത്ര ഇരിക്കുമ്പോഴാണ് ഒരു എനിമി ദൂരെ നിന്ന് എന്നെ അറ്റാക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോകും. ബട്ട് ഞാൻ M10 വെച്ച് ഹെഡ് ഷോട്ടും കൊടുത്തു, കുത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ കുതിരപ്പുറത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സോണിൽ കയറി അങ്ങനെ നമ്മൾ കുതിരയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് 10 അലൈവ് എന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു എനിമി നെറ്റില്ലാതെ അവിടെ നിൽക്കുന്നത്. പിന്നെ അവനെ കുത്തിപ്പിടിച്ചങ്ങ് കൊന്നു വിൻചെസ്റ്റർ. അപ്പോൾ നമുക്ക് 7 കിൽ ആയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ലൂട്ട് എടുക്കാൻ പോയി. ഞാൻ അവൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് സോണിൽ കയറാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഈ സാധനത്തിൽ നിന്ന് താഴെ ഇറങ്ങി, ഇല്ലെങ്കിൽ നല്ല അടി എവിടുന്നെങ്കിലും കിട്ടും. അപ്പോഴാണ് ഫ്രണ്ടിലൊരു എനിമിയെ കാണുന്നത്. ഞാൻ അവിടെ സ്കില്ലിട്ടു, ക്യാറ്റ് സ്കിൽ. ബട്ട് അവൻ എനിക്ക് നല്ല ഡാമേജ് തന്നു. ഞാൻ ചത്തു. ബട്ട് വിൻചെസ്റ്റർ വെച്ച് ഞാൻ അവനെ കൊന്നു. അങ്ങനെ മെഡിക്കറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഫ്രണ്ടിൽ എനിമികൾ അറ്റാക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത്. അങ്ങനെ അവിടെ ചെന്ന് കുമ്മനടിക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് അവിടെ എനിമി ഓപ്പണിൽ കിടന്നുകൊണ്ടുന്നത്. പിന്നെ നമ്മളങ്ങ് കുത്തിപ്പിടിച്ച് അവനെയും അങ്ങ് തീർത്തു. അപ്പോഴാണ് ആ വീടിനകത്ത് ഒരു എനിമി കാണുന്നത്. ആദ്യത്തെ 2 അടിയാണ് കൊണ്ടത്. പിന്നെ ഇങ്ങനെ വന്ന അവനെ കുത്തി അങ്ങ് പിടിച്ചു.
എന്തൊരു മനസ്സുഖം. ഇങ്ങനെ മെഡിക്കിറ്റൊക്കെ അടിച്ച് പതുക്കി കളിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇനി 3 പേരേ ഉള്ളൂ. അങ്ങനെ ഞാൻ പുറകിലൊരു എനിമി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വീട്ടിനകത്തൊരു എനിമിയെ കാണുന്നത്. പിന്നെ ഞാൻ കവർ പിടിച്ച് നിന്നു. അപ്പോഴാണ് ഞാൻ പുറകിലോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബാക്കിലുണ്ടുള്ള ആ എനിമി ഞാൻ കണ്ടു. അങ്ങനെ അവനെ കൊല്ലാനായിട്ട് പോയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് 10 കില്ലായിട്ടുണ്ട്. അവനെ കൊല്ലാൻ പോയപ്പോൾ ഞാൻ ചത്തു. എനിക്ക് ബൂയെ കിട്ടിയില്ല. ഗൈസ്, പോകുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ പുതിയ ഗിൽഡ്. മലയാളി പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഗിൽഡ് ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.